ാണ് എന്റെ ചോദ്യം. ഇതെല്ലാം അറിയാവുന്ന ഒരു ഭക്തനെ കുറിച്ചാണ്. ഭക്തൻ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളും അതിനനുസരിച്ചുള്ള പ്രവൃത്തികളും അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ ബ്രീഫിംഗ് ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നമ്മൾ പറയാറുണ്ടല്ലേ മനസ്സിനെ കുറിച്ച്. എന്താണ് ഈ മനസ്സെന്ന് പറയാമോ? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അയ്യോ എനിക്ക് മനസ്സിലായില്ല, എന്റെ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു, എന്റെ മനസ്സ് വളരെ വിഷമത്തിലാണ്, എനിക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്താണ് ഈ മനസ്സെന്ന് പറയാമോ? നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ആളുകളെ കാണാനും ഇടപെടാനും അവരുടെ രോഗങ്ങളെ കുറിച്ചും രോഗികളെ കുറിച്ചും അവരുടെ ചിന്തകളെ കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാറുണ്ട് പല സെമിനാറിലൊക്കെ പങ്കെടുക്കുമ്പോൾ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് മനസ്സ് എന്ന് പറയാമോ? ആർക്കെങ്കിലും? നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മനസ്സ് മനസ്സ് മനസ്സ്. ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാം കേട്ടോ. ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പിന്നെ ഞാൻ സ്ട്രക്ക് ആവും. നിങ്ങളുടെ ഭാഗത്തും കൂടെ റെസ്പോണ്ട് ഉണ്ടാകുമ്പോഴേ ഒരു സംവാദമായി മാറും. എന്താണ് മനസ്സെന്നറിയാം? അറിയില്ല. നമ്മളൊക്കെ മനസ്സ് പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ. മനസ്സ് എവിടെയാണെന്ന് അറിയാമോ? മനസ്സിന്റെ നില എവിടെയാണ്? മനസ്സ് എന്താ പറഞ്ഞു? തലയിലാണ്. ആണോ? തലയിൽ നമുക്ക് തലച്ചോറാണുള്ളത്. മനസ്സ് തലയിലാണ്. മെമ്മറിയെ കുറിച്ചായിരിക്കും പറയേണ്ടാവുക അല്ലെ? നമ്മുടെ ഓർമ്മ ശക്തികൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നതിനെ മനസ്സാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷെ മനസ്സ് എന്താണ്? നമ്മുടെ മനസ്സ് ശരിയില്ലെങ്കിൽ നമ്മൾ ഒരു കാര്യവും റെഡിയാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിന് പ്രശ്നമുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. കോഴിക്കോട്ടിലെ പ്രൊവിഡൻസ് കോളേജിന്റെ അടുത്ത് ചേതന എന്ന് പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ ആരെയും പോയിട്ടുണ്ടോ? ചുമ്മാ ചേതനയിലൊന്ന് പോയി നോക്കുക. വളരെ നല്ല ആളുകളുണ്ട് അവിടെ. വലിയ വലിയ കാറുകളിലൊക്കെ വരുന്ന ആളുകൾ. പക്ഷെ അവർക്കൊന്നും മനസ്സിന് നല്ല സുഖമില്ലാത്ത ആളുകളാണ്. അവരൊക്കെ വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണ്. കാരണം നമ്മുടെ മനസ്സൊക്കെ വളരെ നല്ലതാണ്. എപ്പോ വേണമെങ്കിലും നമ്മുടെ മനസ്സ് പ്രശ്നത്തിലേക്ക് പോകാം. അപ്പൊ വളരെ എസെൻഷ്യൽ ആയ ഒരു സംഭവമാണ് മനസ്സ്. മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അറിവുകളുടെ എല്ലാം ഒരു കലവറയാണ് മനസ്സ്. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, കണ്ണ്, നാക്ക്, ത്വക്ക്, ചെവി, പിന്നെ മൂക്ക്. നമ്മൾക്ക് എന്തെല്ലാം ഇൻഫർമേഷൻ നമ്മുടെ ശരീരത്തിലൂടെ കിട്ടുന്നുണ്ടോ അതെല്ലാം നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്നതാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അല്ലാതെ നമുക്ക് ഒരു അറിവും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നില്ല. ആ അറിവുകളെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുന്ന കലവറയാണ് മനസ്സെന്ന് പറയുന്നത്. ഈ മനസ്സിലുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും അതൊരു ചിന്തയിൽ നിന്നാണ് ഉണ്ടാവുക. ഇന്നിപ്പോ ഇവിടെ രാവിലെ അമ്പലത്തിലേക്ക് വരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ മനസ്സ് ചോദിച്ചിട്ടുണ്ടാവും, പോണോ പോണ്ടിയോ, വേണോ വേണ്ടിയോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ. ഇങ്ങനെ ഉള്ളത് അവസാനം നിങ്ങൾ ഡിസൈഡ് ചെയ്തു, ഓക്കെ പോവാം. അങ്ങനെ നിങ്ങൾ ആ ചിന്തകളിൽ നിന്ന് നിങ്ങളെടുത്ത ഡിസിഷന്റെ കാരണമാണ് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ നിന്ന് എത്തിയത്. അപ്പൊ ഇവിടെ വന്നു, പൂജയെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾ വിചാരിച്ചു പ്രഭാഷണം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിൽക്കണോ വേണ്ടിയോ, പോണോ വേണോ. അപ്പോൾ നിങ്ങളുടെ മനസ്സ് ചോദിക്കും. അപ്പൊ നിങ്ങളുടെ ബുദ്ധി പറയും കേട്ട് കളയാം, നിന്ന് കളയാം. ഓക്കെ, അങ്ങനെ ആ പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നിപ്പോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം സംഭവിക്കുകയാണെങ്കിലും അതൊരു ചിന്തയിൽ നിന്നായിരിക്കും അത് തുടങ്ങുക. ഈ ചിന്തകളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. നമ്മുടെ മനസ്സിലുള്ള ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തല്ലാണ്ട് നമുക്ക് ഒരു കാര്യം ചിന്തിക്കാനാവില്ല. ഇവിടെ അധ്യാപകരൊക്കെ ഉണ്ട്, എന്നെ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് പ്രവൃത്തി, ഇപ്പൊ ഒരാൾ സൂയിസൈഡ് ചെയ്യണമെന്ന് വിചാരിക്കാന്ന് വെച്ചോളൂ, ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിലും അയാൾ എന്ത് ചെയ്യും? അയാൾ ആദ്യം ചിന്തിക്കും എങ്ങനെ സൂയിസൈഡ് ചെയ്യണം. പുഴയിൽ ചാടണോ, ട്രെയിനിന്റെ മുന്നിൽ ചാടണോ, മരത്തിൽ കെട്ടി തൂങ്ങണോ, അതോ വിഷം കഴിച്ച് കഴിക്കണം. എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്ന മേഖലയെയാണ് മനസ്സ് എന്ന് പറയുക. അത് എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിനകത്താണ്. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ മനസ്സിന് ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ മനസ്സിനകത്താണുള്ളത്. ഈ മനസ്സിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. മനസ്സിലാവുണ്ടോ? ഈ മനസ്സിനകത്ത് നമ്മുടെ ശരീരത്തില് നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടുന്ന അറിവുകൾ, അത് സങ്കടമായാലും ദുഃഖമായാലും വേദനയായാലും വിഷമമായാലും എല്ലാം നമ്മുടെ മനസ്സിൽ ശേഖരിച്ചു വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സന്തോഷം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ഒരു ചെറിയ എക്സാമ്പിൾ ചെയ്യാം. ഓക്കെ ആണോ? നമ്മുടെ മനസ്സിനകത്ത് എല്ലാ ഇൻഫർമേഷനും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവുന്നത്, എങ്ങനെയാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത്, എങ്ങനെയാണ് നമുക്ക് വേദന ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ചെറിയ എക്സാമ്പിൾ ചെയ്താലോ? ചെറിയൊരു പരീക്ഷണം ചെയ്യാം. ഓക്കെ ആണോ? റെഡിയാണോ? ഓൾറൈറ്റ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. എന്നിട്ട് ശരിയായ രീതിയിൽ ഇരിക്കുക. നമുക്കറിയാം നമ്മൾ ചെറിയ പ്രായത്തിലേ നമ്മൾ മനസ്സിലാക്കിയിട്ടും എങ്ങനെയാണ് ഇരിക്കേണ്ടത്. ശരിയായ രീതിയിൽ ഇരിക്കുക. ഓക്കെ, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് അറിയാൻ പറ്റും. ഓക്കെ, കണ്ണടച്ചതിന് ശേഷം നിങ്ങൾ ഈ അടുത്ത് പങ്കെടുത്ത ഒരു കല്യാണത്തെ കുറിച്ച്, നിങ്ങൾ എല്ലാവരും ഈ അടുത്ത് പങ്കെടുത്ത ഒരു കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചേ.
നിങ്ങളുടെ കല്യാണ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഏത് ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്, അവിടെ ചെക്കനും പെണ്ണും ഒക്കെ എങ്ങനെയായിരുന്നു, പെണ്ണിനെ കാണാൻ എങ്ങനെയുണ്ട്, പെണ്ണിന് എത്ര സ്വർണ്ണം ഉണ്ടായിരുന്നു, ഏത് സാരി ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഡ്രസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ആളുകളൊക്കെ നിങ്ങളെ എങ്ങനെ ഇൻവൈറ്റ് ചെയ്തു, അവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് പോടി വന്നു അല്ലേ. ഇനി അടുത്ത് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത് സംഭവിച്ച ഒരു മരണ വീട്ടിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഈ അടുത്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളോ അവരുടെ മരിച്ച വീടിലേക്ക്. ആ മരണ വീട് ആരായിരുന്നു, മരിച്ച ആളാരായിരുന്നു? നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു വലിയ മനുഷ്യൻ ഈ റീസെന്റ് മരിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്കൊക്കെ വളരെ വളരെ സങ്കടം ഉണ്ടാക്കുന്ന ആളാണ്. എനിക്കും പേഴ്സണലി അറിയാവുന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ മുഖം, അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന രംഗങ്ങൾ, ഇതൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലേ. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ടൂർ ചെയ്ത സ്ഥലത്തേക്ക് പോകണം. നിങ്ങൾ റീസെന്റ് പോയ ഒരു തീർത്ഥാടന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ടൂർ പോയ ഒരു സ്ഥലത്തേക്ക്. നിങ്ങൾ ചിലർ ഊട്ടി പോയിട്ടുണ്ടാവും, ചിലർ കൊടൈക്കനാലിൽ പോയിട്ടുണ്ടാവും, ചിലർ ശ്രീരാമ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി UP-യിലോട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലർ മൂകാംബികയിൽ പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ പോയ ഈ അടുത്ത് പോയ ഒരു ടൂറിസ്റ്റ് പ്ലേസ്, അവിടെ നിങ്ങൾ ജഗപൊകയാക്കിയത്, അടിച്ചു പൊളിച്ച് പോയത്, വണ്ടിയിലെ പാട്ടും ഡാൻസും, കൂടെ വന്ന ആളുകൾ, അവിടുന്ന് പർച്ചേസ് ചെയ്തത്, അവിടെ സ്ഥലങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലേ. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീടിനെ കുറിച്ച് ഓർക്കുകയാണ്. നിങ്ങളിപ്പോൾ മനസ്സിൽ നിങ്ങളുടെ വീടുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഇപ്പം നിങ്ങൾ വീണ്ടും തിരിച്ച് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്നു, കണ്ണും തുറക്കും. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ പങ്കെടുത്തൊരു കല്യാണത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴാണ് നിങ്ങൾക്ക് അതിലേക്ക് വന്നത്? ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്നത് അല്ലേ. എന്ന് വെച്ചാൽ അത് മനസ്സിലില്ലെന്നാണോ? അപ്പൊ ഇതുപോലെ നമ്മുടെ മനസ്സിൽ പല പല ഏരിയകളിലായി പല പല സംഗതികൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ശ്രദ്ധ ഏതിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണോ നമുക്ക് അതത് കാര്യങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ സങ്കടം ഉണ്ടാവുന്ന കാര്യത്തിലാണ് നമ്മുടെ ശ്രദ്ധ ഉള്ളതെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക? നമ്മുടെ മനസ്സിൽ സങ്കടമായിരിക്കും ഉണ്ടാവുക. അതനുസരിച്ചായിരിക്കും നമ്മുടെ ചിന്തകൾ, അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തികൾ. അതേ സ്ഥാനത്ത് നമുക്ക് സന്തോഷമുള്ള മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിലോ നമ്മുടെ ശ്രദ്ധ സന്തോഷമുള്ള മേഖലയിലേക്ക് എത്തും. ആ സന്തോഷമുള്ള മേഖലയെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് മനസ്സിൽ സന്തോഷങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അതിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടത്തിലും നമ്മൾ കടന്നു പോകുന്നത്.